ഇന്നും രണ്ട് കഥകൾ പറയുന്നുണ്ട് കേട്ടോ. ഒന്നാമത്തെ കഥ ഒരു പണ്ഡിതൻ്റെയും ഒരു പാൽക്കാരിയുടെയും കഥയാണ്. പണ്ട് ഒരു ഗ്രാമത്തിൽ വളരെ വലിയൊരു പണ്ഡിതനുണ്ടായിരുന്നു. അദ്ദേഹം അറിവ് കൊണ്ട് വളരെ പ്രശസ്തനുമായിരുന്നു. ഇദ്ദേഹത്തിനെ കാണാൻ വേണ്ടിയിട്ട് വളരെ ദൂരെ നിന്ന് പോലും വിദ്വാൻമാർ വരാറുണ്ടായിരുന്നു. എല്ലാവർക്കും എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അവസാന വാക്ക് ഈ പണ്ഡിതനാണ്. ആർക്കും എന്ത് സംശയങ്ങളും ഏത് സമയത്തും അദ്ദേഹത്തോട് ചോദിക്കാം. അതിനൊക്കെ കൃത്യമായ മറുപടി അദ്ദേഹം നൽകുകയും ചെയ്യും. അതുകൊണ്ട് വിജ്ഞാനത്തിൻ്റെ അവസാന വാക്കായിട്ട് എല്ലാവരും അദ്ദേഹത്തെ കരുതിയിരുന്നു. ഈ പണ്ഡിതൻ താമസിച്ചിരുന്ന ഒരു നദിയുടെ കരയിലായിരുന്നു. ഈ നദിയുടെ അക്കരെ ലക്ഷ്മി എന്നു പേരായ ഒരു പെൺകുട്ടി താമസിച്ചിരുന്നു. അവളാണ് ഇദ്ദേഹത്തിന് എല്ലാ ദിവസവും പാല് കൊണ്ടുവന്ന് കൊടുത്തിരുന്നത്. ലക്ഷ്മി വളരെ കഠിനാധ്വാനിയായിരുന്നു. വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല. അവളുടെ വീട്ടിൽ അവളും പ്രായമായ അച്ഛനും മാത്രമേ ഉള്ളൂ. ലക്ഷ്മി വെളുപ്പിനെ എഴുന്നേൽക്കും. പശുക്കളെ കറന്ന് പാലെടുത്ത് എല്ലായിടത്തും കൊണ്ടുവന്ന് കൊടുക്കും. അതിനുശേഷം തിരിച്ചു വന്ന് പശുക്കളെ കുളിപ്പിക്കും, അവയ്ക്ക് തീറ്റി കൊടുക്കും, വീട്ടുജോലികൾ ചെയ്യും. അങ്ങനെ വളരെ കഷ്ടപ്പെട്ട് ജീവിച്ചു വന്നിരുന്നൊരു പെൺകുട്ടിയായിരുന്നു ലക്ഷ്മി. നമ്മുടെ പണ്ഡിതൻ്റെ വീട്ടിലും പാല് കൊടുത്തിരുന്നത് ലക്ഷ്മിയായിരുന്നു. അപ്പോൾ പണ്ഡിതൻ താമസിച്ചിരുന്നത് നദിയുടെ അക്കരെ ആയതിനാൽ കടത്തുവെള്ളത്തിൽ കയറിയാണ് ലക്ഷ്മി എല്ലാ ദിവസവും ഈ പാല് കൊണ്ടുവന്ന് കൊടുത്തിരുന്നത്. പണ്ഡിതന് രാവിലെ എഴുന്നേറ്റാൽ ഒരു ഗ്ലാസ് പാല് നിർബന്ധമാണ്. രാവിലെ എഴുന്നേറ്റ് ശുദ്ധിയായി പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞാൽ അദ്ദേഹം ഉടനെ ഒരു ഗ്ലാസ് പാല് കുടിക്കും. അത് ചൂടോടെ വേണം താനും. അതുകൊണ്ട് ലക്ഷ്മി പാല് കൊണ്ടു ചെല്ലുന്നത് അദ്ദേഹം നോക്കിയിരിക്കുമായിരുന്നു. അപ്പോൾ ഒരു ദിവസം ലക്ഷ്മി രാവിലെ ചെന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, ലക്ഷ്മി, നീ പാല് കൊണ്ടുവരുന്നത് വളരെ താമസിച്ചാണ്. എനിക്ക് കുറച്ചുകൂടി നേരത്തെ പാല് വേണം. നേരം വെളുക്കുമ്പോഴേ പാല് കൊണ്ടുവരണം. എന്നാലേ എനിക്ക് എൻ്റെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞാൽ ഉടനെ പാല് കുടിക്കാൻ പറ്റൂ. അപ്പോൾ ലക്ഷ്മി പറഞ്ഞു, അങ്ങനെ തന്നെ ആയിക്കോട്ടെ അങ്ങുന്നെ, ഞാൻ നാളെ മുതൽ പാല് നേരത്തെ കൊണ്ടുവരാം. പക്ഷേ ഒരു പ്രശ്നമുള്ളത്, ഈ കടത്തുകാരൻ ഒരാൾ തന്നെയാണെങ്കിലൊന്നും കടത്ത് വെള്ളം ഇറക്കാറില്ല. കടത്ത് വെള്ളത്തിൽ നിറയെ ആളുകൾ നിറഞ്ഞാലേ അദ്ദേഹം കടത്ത് വെള്ളത്തിൽ കയറ്റി ഇക്കരെ കൊണ്ടുവരുള്ളൂ, അല്ലെങ്കിൽ അതൊക്കെ നഷ്ടമാണ്. ഒരാൾക്ക് മാത്രമായിട്ട് കടത്ത് വെള്ളം അക്കരെ നിന്ന് ഇക്കരെ വരെ തുഴഞ്ഞ് എത്തിയാൽ ആ ഒരാളുടെ കൂലി മാത്രമല്ലേ കിട്ടൂ. അത് അയാളുടെ അധ്വാനത്തിന് വിലയാകുകയില്ല. അതുകൊണ്ട് വള്ളം നിറയെ ആൾക്കാരുണ്ടെങ്കിൽ മാത്രമേ അയാൾ വള്ളം തുഴഞ്ഞ് ഇക്കരെ എത്താറുണ്ടായിരുന്നുള്ളൂ. ലക്ഷ്മിക്കാണെങ്കിൽ തൻ്റെ കയ്യിൽ കിട്ടുന്ന തുച്ഛമായ പണം കൊണ്ട് ഈ കടത്തുകാരന് പണം കൊടുക്കാനും തയ്യാറില്ല. അതുകൊണ്ട് ലക്ഷ്മിക്ക് ഇത് വളരെ ബുദ്ധിമുട്ടായി തീർന്നു. മാത്രമല്ല കടത്തുകാരൻ രാവിലെ ഉറക്കമൊക്കെ ഉണർന്നു കഴിഞ്ഞാലേ വന്ന് വള്ളം കെട്ടഴിച്ച് വെള്ളത്തിൽ ഇറക്കുകയുള്ളൂ. അങ്ങനെ ലക്ഷ്മി എല്ലാ ദിവസവും ഈ പണ്ഡിതൻ ഉദ്ദേശിക്കുന്നതിനും താമസിച്ചായിരുന്നു വന്നുകൊണ്ടിരുന്നത്. അതിന് പണ്ഡിതൻ എല്ലാ ദിവസവും ലക്ഷ്മിയെ വഴക്ക് പറയുന്നത് പതിവായി. ലക്ഷ്മി എന്ത് ചെയ്യാനാണ്? എന്ത് കാരണങ്ങൾ പറഞ്ഞാലും പണ്ഡിതൻ അതൊന്നും കേൾക്കുകയില്ല. അങ്ങനെ ഒരിക്കൽ ലക്ഷ്മി വെളുപ്പിനെ നേരം വെളുക്കുന്നതിന് മുമ്പേ എഴുന്നേറ്റ് പശുവിനെ കറന്ന് പാലെടുത്ത് ആ പാലൊരു പാത്രത്തിലാക്കി കടത്ത് കടവിൽ വന്ന് നിന്നു. അപ്പോൾ കടത്തുകാരൻ വന്നിരുന്നില്ല. ലക്ഷ്മി അയാളെ കാത്തിരുന്നു. അപ്പോൾ കുറേ നേരം കഴിഞ്ഞപ്പോൾ അയാൾ വന്നു. അയാൾ ഉറക്കച്ചടവോടെയാണ് വന്നത്. എന്നാലും ലക്ഷ്മിയുടെ ബുദ്ധിമുട്ട് അയാൾക്ക് അറിയാം. ലക്ഷ്മിയെ പണ്ഡിതൻ വഴക്ക് പറയും എന്നുള്ളതുകൊണ്ട് കടത്തുകാരൻ പറഞ്ഞൊരു കാര്യം ചെയ്യാൻ, സാരമില്ല, എനിക്ക് നീ ഒരാളുടെ കൂലി തന്നാൽ മതി, ഞാൻ നിന്നെ അക്കരെ കൊണ്ടുപോയി വിടാം. അങ്ങനെ ലക്ഷ്മിയെ ഇയാൾ അക്കരെ കൊണ്ടുപോയി വിട്ടു. ലക്ഷ്മി പാലും കൊണ്ട് ഓടിച്ചെന്നപ്പോൾ പണ്ഡിതൻ ദേഷ്യപ്പെട്ട് നിൽക്കുകയാണ്. അദ്ദേഹം ചോദിച്ചു, നിന്നോട് ഞാൻ എത്ര ദിവസമായിട്ട് പറയുന്നു പാല് നേരത്തെ കൊണ്ടുവരണമെന്ന്? എന്നും താമസിച്ചാണല്ലോ കൊണ്ടുവരുന്നത്. കടത്തുകാരൻ താമസിച്ചത് കൊണ്ടാണ്, അല്ലെങ്കിൽ കടത്ത് കിട്ടാത്തത് കൊണ്ടാണ് താൻ വരാത്തത് എന്ന് പറയണമെന്ന് ലക്ഷ്മിക്കുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും കേൾക്കാൻ ഈ പണ്ഡിതൻ തയ്യാറായില്ല. പണ്ഡിതൻ പറഞ്ഞു, സംസാര സാഗരം പോലും ഹരി ഹരി എന്ന് ജപിച്ചുകൊണ്ട് ആൾക്കാർ കടക്കുന്നു, എന്നിട്ടാണ് വെറും ഒരു പാൽക്കാരിയായ നീ നദി കടക്കുന്നതിനെ പറ്റി പരാതി പറയുന്നത്? ലക്ഷ്മിക്ക് ഒന്നും മിണ്ടാൻ പറ്റിയില്ല. പണ്ഡിതൻ ലക്ഷ്മിയുടെ കയ്യിൽ നിന്ന് പാല് പിടിച്ചു വാങ്ങി അകത്തേക്ക് പോയി. ലക്ഷ്മിയാണെങ്കിൽ വിഷമിച്ച് വീട്ടിലേക്ക് തിരിച്ചും പോയി. പോകുന്ന വഴിയെല്ലാം അവൾ പണ്ഡിതൻ പറഞ്ഞതിനെപ്പറ്റി ഓർത്തുകൊണ്ടിരുന്നു. വലിയ സംസാര സാഗരം പോലും ഹരി ഹരി എന്ന നാമം ജപിച്ചുകൊണ്ട് ജനങ്ങൾ കടക്കുന്നു. ഹരി ഹരി എന്ന് ജപിച്ചാൽ തനിക്ക് എന്തും ചെയ്യാൻ സാധിക്കും എന്ന് ലക്ഷ്മിക്ക് തോന്നി. അവൾ പോകുന്ന നേരം ഹരി ഹരി എന്ന് ജപിച്ചുകൊണ്ടിരുന്നു. എന്തായാലും പിറ്റേന്ന് പണ്ഡിതൻ ഉറക്കമുണർന്നപ്പോഴേ വാതിലിൽ മുട്ടുകേട്ടു. വാതിൽ തുറന്നു നോക്കുമ്പോൾ ലക്ഷ്മിയാണ്. ലക്ഷ്മിയോട് അദ്ദേഹം പുച്ഛത്തോടെ ചോദിച്ചു, ആഹാ, ഇന്ന് നിൻ്റെ കടത്തുകാരൻ നേരത്തെ വന്നോ? 2 വഴക്ക് കിട്ടിയപ്പോഴേക്ക് നിനക്ക് നേരത്തെ വരാറായല്ലോ. അപ്പോൾ ലക്ഷ്മി പറഞ്ഞു, അങ്ങ് പറഞ്ഞു തന്ന വിദ്യ കൊണ്ട് എനിക്ക് നേരത്തെ വരാൻ പറ്റി. അദ്ദേഹം ചോദിച്ചു, ഞാൻ പറഞ്ഞു തന്ന വിദ്യ? ഞാൻ നിന്നോട് എന്ത് വിദ്യ പറഞ്ഞു തന്നു? ലക്ഷ്മി ചോദിച്ചു, അങ്ങല്ലേ ഇന്നലെ പറഞ്ഞത് ഹരി ഹരി എന്ന് ജപിച്ചാൽ മതിയെന്ന്? ഞാൻ ഹരി ഹരി എന്ന് ജപിച്ചത് കൊണ്ടാണ് എനിക്ക് വരാൻ പറ്റിയത്. പണ്ഡിതൻ ഉറക്കെ ചിരിച്ചു. ഹരി ഹരി എന്ന് ജപിച്ചതുകൊണ്ട് നിനക്ക് നദി കടക്കാൻ പറ്റിയെന്നോ? കൊള്ളാമല്ലോ. അപ്പോൾ ലക്ഷ്മി പറഞ്ഞു, ഞാൻ തിരിച്ചു പോകുന്നതും ഹരി ഹരി എന്ന് ജപിച്ചുകൊണ്ടാണ്. പണ്ഡിതൻ അത്ഭുതപ്പെട്ട് ലക്ഷ്മിയോടൊപ്പം കടവിലേക്ക് ചെന്നു. അദ്ദേഹം നോക്കുമ്പോൾ ലക്ഷ്മി പാൽപാത്രവുമായിട്ട് ഹരി ഹരി എന്ന് ജപിച്ചുകൊണ്ട് വെള്ളത്തിന് മീതെ കൂടി നടന്ന് നദി കടക്കുകയാണ്. അദ്ദേഹം അത്ഭുതം കൊണ്ട് സ്തബ്ധനായിപ്പോയി.
പകുതി വഴി എന്നിട്ട് ലക്ഷ്മി തിരിഞ്ഞു നോക്കി. എന്നിട്ട് പണ്ഡിതനോട് പറഞ്ഞു, കണ്ടോ, ഹരി ഹരി എന്ന് ജപിച്ചപ്പോൾ എനിക്ക് കടത്തു പോലും വേണ്ട. പണ്ഡിതൻ ഹരി ഹരി എന്ന് ജപിച്ചുകൊണ്ട് വെള്ളത്തിലേക്ക് ഇറങ്ങാൻ നോക്കി. പക്ഷേ അദ്ദേഹത്തിന് പേടി തോന്നി, വെള്ളത്തിൽ വീണാലോ. അപ്പോൾ ലക്ഷ്മി പറഞ്ഞു, അങ്ങ് ഒന്നും പേടിക്കേണ്ട, ഹരി ഹരി എന്ന് ജപിച്ചാൽ മാത്രം മതി, ഇനി നടന്നു പോന്നോളൂ, അങ്ങേക്കെന്ന് അത് കടക്കാൻ പറ്റും. പണ്ഡിതൻ വീണ്ടും ഹരി ഹരി എന്ന് ജപിച്ചുകൊണ്ട് വെള്ളത്തിലേക്ക് ഇറങ്ങി. പക്ഷേ കാല് മുങ്ങിപ്പോവുകയാണ്, വെള്ളത്തിന് മേലെ നടക്കാൻ പറ്റുന്നില്ല. ലക്ഷ്മി ചോദിച്ചു, അങ്ങ് എന്തിനാ പേടിക്കുന്നത്, ഞാൻ നടക്കുന്ന കണ്ടില്ലേ, അതുപോലെ ഇങ്ങനെ നടന്നു പോന്നോളൂ. പണ്ഡിതൻ കണ്ണടച്ച് ഹരി ഹരി എന്ന് ജപിച്ചുകൊണ്ട് വെള്ളത്തിലേക്ക് ഇറങ്ങി. പക്ഷേ നില തെറ്റി അദ്ദേഹം വെള്ളത്തിലേക്ക് വീണു. അപ്പോൾ ലക്ഷ്മി പറഞ്ഞു, അങ്ങ് ഓർക്കുന്നത് അങ്ങയുടെ മുണ്ട് നനയുമോ കാല് നനയുമോ എന്നാണ്. പണ്ഡിതന് താൻ ജീവിതത്തിൽ പഠിക്കാത്ത ഒരു വലിയ പാഠം മനസ്സിലായി. പൂർണ്ണമായ വിശ്വാസവും ഭക്തിയും എങ്ങനെയാണ് വേണ്ടത് എന്ന് ലക്ഷ്മിയിൽ നിന്ന് അദ്ദേഹം പഠിച്ചു. ഇതാണ് പണ്ഡിതൻ്റെയും പാൽക്കാരിയുടെയും കഥ. ഇഷ്ടമായോ? അടുത്ത കഥ സുമിത്രയുടെ അമ്മായിയമ്മയുടെ കഥയാണ്. സുമിത്ര ഒരു ഗ്രാമത്തിലായിരുന്നു താമസിച്ചിരുന്നത്. അവളുടെ ഭർത്താവ് നഗരത്തിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. വീട്ടിൽ അവളും അമ്മായിയമ്മയും ഒറ്റയ്ക്കാണ്. ഈ അമ്മായിയമ്മയ്ക്ക് സുമിത്ര എത്ര ജോലി ചെയ്താലും മതിയാവുകയില്ല. ഒരു ജോലി തീരുമ്പോൾ അടുത്ത ജോലി എന്ന കണക്കിന് സുമിത്രയ്ക്ക് അമ്മായിയമ്മ പണി കൊടുത്തുകൊണ്ടേയിരിക്കും. നേരം വെളുക്കുമ്പോൾ മുതൽ രാത്രി കിടക്കുന്നത് വരെയും ഇടതടവില്ലാതെ സുമിത്ര ജോലി ചെയ്തു. എന്നാലും അമ്മായിയമ്മയുടെ മുഖം തെളിയുകയില്ല. എന്ത് ജോലി ചെയ്താലും ഇത് അങ്ങനെയല്ലായിരുന്നു ചെയ്യേണ്ടത്, ഇങ്ങനെയല്ലായിരുന്നു ചെയ്യേണ്ടത് എന്ന് പരാതി പറഞ്ഞുകൊണ്ടിരിക്കും. സുമിത്ര മുഖം കറുപ്പിച്ചൊരു വാക്ക് പറയുകയോ പരാതിപ്പെടുകയോ ചെയ്തില്ല. എന്ത് പറഞ്ഞാലും കൃത്യമായിട്ട് ചെയ്തു. ഒരിക്കൽ ഈ അമ്മായിയമ്മ ക്ഷേത്രത്തിലേക്ക് പോകുന്നതിന് തൊട്ട് മുമ്പായിട്ട് മുറ്റം തൂത്തുകൊണ്ടിരുന്ന സുമിത്രയോട് താൻ ക്ഷേത്രത്തിൽ നിന്ന് തിരിച്ചു വരുമ്പോഴേക്കും ഭക്ഷണം തയ്യാറാക്കി വെക്കണം, ഒട്ടും ഭക്ഷണം വെറുതെ കളയരുത് എന്ന് ആജ്ഞാപിച്ചിട്ട് പോയി. അമ്മായിയമ്മയുടെ സ്വഭാവം നന്നായിട്ട് അറിയാവുന്ന സുമിത്ര പെട്ടെന്ന് അടുക്കളയിലേക്ക് കയറി ഭക്ഷണം തയ്യാറാക്കാൻ തുടങ്ങി. അവൾ വളരെ വേഗം ജോലി ചെയ്തു. ജോലി ചെയ്യുന്ന സമയത്തൊക്കെ അവൾ ചിന്തിച്ചുകൊണ്ടിരുന്നു, താൻ എത്ര രുചിയായിട്ട് ഭക്ഷണം ഉണ്ടാക്കിയാലും തിരിച്ചു വരുമ്പോൾ അമ്മ എന്തെങ്കിലും കുറ്റം പറയും. ഇന്നെങ്കിലും ഞാനുണ്ടാക്കിയ ഭക്ഷണം നന്നായിരുന്നു എന്നൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. ഇങ്ങനെ വിചാരിച്ചുകൊണ്ട് ഭക്ഷണം തയ്യാറാക്കി വിളമ്പാൻ പാകത്തിന് എടുത്തു വെച്ച് കഴിഞ്ഞപ്പോഴേക്കും വാതിൽക്കൽ ആരോ വന്നതുപോലെ സുമിത്രയ്ക്ക് തോന്നി. അമ്മായിയമ്മ തിരിച്ചു വന്നതാണ് എന്ന് കരുതി സുമിത്ര ഓടിച്ചെന്ന് വാല് തുറക്കുമ്പോൾ അവിടെ വൃദ്ധനായ ഒരു മനുഷ്യനാണ് നിൽക്കുന്നത്. അദ്ദേഹം പറഞ്ഞു, മകളെ, എനിക്ക് വല്ലാതെ വിശക്കുന്നു, എന്തെങ്കിലും ഉണ്ടോ? അപ്പോൾ സുമിത്ര ഒന്ന് ആലോചിച്ചു. ഒട്ടും ഭക്ഷണം വെറുതെ കളയരുത് എന്ന് പറഞ്ഞിട്ടാണ് പോയത്. ഇയാൾക്ക് ഭക്ഷണം കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വഴക്ക് കിട്ടും. എന്നാലും പാവമാണ്, വിശന്ന് നിൽക്കുകയാണ്, തൻ്റെ പങ്ക് ഭക്ഷണം കൊടുക്കാം, ഒരു നേരം വിശന്നിരിക്കണമെന്നല്ലേ ഉള്ളൂ. ഇതും വിചാരിച്ചുകൊണ്ട് സുമിത്ര ആ വൃദ്ധനെ അകത്തേക്ക് ക്ഷണിക്കുകയും അദ്ദേഹത്തിന് ഭക്ഷണം കൊടുക്കുകയും ചെയ്തു. ആ വൃദ്ധൻ വളരെ തൃപ്തിയോടെ ഭക്ഷണം കഴിക്കുകയും ആ ഭക്ഷണം വളരെ രുചികരമായിരിക്കുന്നുവെന്ന് സുമിത്രയോട് അഭിനന്ദനം പറയുകയും ചെയ്തു. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് അദ്ദേഹം കൈ കഴുകിക്കൊണ്ട് നിൽക്കുന്ന സമയത്താണ് സുമിത്രയുടെ അമ്മായിയമ്മ തിരിച്ചു വന്നത്. സുമിത്ര ഒരു വൃദ്ധന് ഭക്ഷണം കൊടുത്തു എന്ന് മനസ്സിലായതോടെ അവർ ദേഷ്യപ്പെട്ട് സുമിത്രയോട് വഴക്ക് പറയാൻ തുടങ്ങി. അപ്പോൾ ആ വൃദ്ധൻ പറഞ്ഞു, എനിക്കൊരു നേരത്തെ ഭക്ഷണമല്ലേ തന്നുള്ളൂ, നിങ്ങൾ അതിന് ആ കുട്ടിയെ വഴക്ക് പറയേണ്ട. അവർ പറഞ്ഞു, ഇതെൻ്റെ വീട്ടിലെ കാര്യമാണ്, നിങ്ങളിപ്പോൾ തന്നെ പുറത്തിറങ്ങണം. അങ്ങനെ ഈ വൃദ്ധനെ പുറത്താക്കി വാതിലടച്ചിട്ട് സുമിത്രയുടെ അമ്മായിയമ്മ അവളോട് പിന്നെയും വഴക്കുണ്ടാക്കാൻ തുടങ്ങി. അപ്പോൾ സുമിത്ര പറഞ്ഞു, അമ്മേ, എൻ്റെ പങ്ക് ഭക്ഷണമാണ് ഞാൻ അദ്ദേഹത്തിന് കൊടുത്തത്, അതുകൊണ്ട് ഞാനിന്ന് ഭക്ഷണം കഴിക്കേണ്ടെന്നല്ലേ ഉള്ളൂ, ഭക്ഷണം വെറുതെ പോയി എന്ന് അമ്മ വെറുതെ വിചാരിക്കേണ്ട. അപ്പോൾ സുമിത്രയുടെ അമ്മായിയമ്മ ചോദിച്ചു, അതിന് നിൻ്റെ സ്വന്തം വീട്ടിലെ ഭക്ഷണമല്ലല്ലോ നീ കൊണ്ടുവന്നത്, എൻ്റെ വീട്ടിലെ ഭക്ഷണമല്ലേ? അപ്പോൾ സുമിത്ര പറഞ്ഞു, എൻ്റെ വീട്ടിലായിരുന്നെങ്കിൽ ഒരാളും വിശന്ന് പോകാൻ എൻ്റെ അച്ഛൻ അനുവദിക്കുമായിരുന്നില്ല. അപ്പോൾ അമ്മായിയമ്മ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നീ നിൻ്റെ അച്ഛൻ്റെ അടുത്തേക്ക് പൊക്കോളൂ, ഇവിടെ നിൽക്കേണ്ട, അവിടെ പോയി നിനക്ക് ആർക്കാണ് ഭക്ഷണം കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ അവർക്കൊക്കെ കൊടുത്തോളൂ. എൻ്റെ വീട്ടിൽ നിന്നുകൊണ്ട് ഇങ്ങനെ ഭക്ഷണം വെറുതെ ചിലവിടാൻ ഞാൻ സമ്മതിക്കുകയില്ല. ഇതും പറഞ്ഞുകൊണ്ട് സുമിത്രയുടെ അമ്മായിയമ്മ സുമിത്രയെ പുറത്താക്കി വാതിലടച്ചു കളഞ്ഞു. വിഷമിച്ച സുമിത്ര കുറേ നേരം വാതിൽക്ക് മുട്ടിയെങ്കിലും അവർ വാതിൽ തുറന്നു കൊടുത്തില്ല. തൻ്റെ ഗ്രാമത്തിലേക്ക് പോകാതെ മറ്റു മാർഗ്ഗമൊന്നും ഇല്ലെന്ന് മനസ്സിലായ സുമിത്ര പതുക്കെ അവിടെ നിന്ന് ഇറങ്ങി നടന്നു. അവളുടെ വീട് അടുത്ത ഗ്രാമത്തിലായിരുന്നു. അവളുടെ വീട് അടുത്ത ഗ്രാമത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അങ്ങോട്ട് പോകണമെങ്കിൽ ഒരു കാട് കടന്നു പോകണം. സുമിത്ര കാട്ടിലൂടെ നടന്നു പോകുമ്പോഴേക്കും ഭയങ്കര കാറ്റടിക്കാൻ തുടങ്ങി. ഒപ്പം മഴയും പെയ്തു, ഇടിവെട്ടി മഴ പെയ്തു. ആകെ വിഷമിച്ച് പോയ സുമിത്ര മഴ നനയാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു വലിയ മരത്തിൻ്റെ ചുവട്ടിൽ പോയി നിന്നു. അപ്പോൾ കുറേ നേരം നിന്ന് കഴിഞ്ഞിട്ടും മഴ കൂടുന്നതല്ലാതെ കുറയുന്നില്ല. വളരെ ശക്തിയായ കാറ്റടിച്ചതോടെ ആ മരത്തിൻ്റെ ചുവട്ടിൽ പോലും നിൽക്കാൻ വയ്യാതായി. മുകളിൽ നിന്ന് വലിയ കൊമ്പുകളൊക്കെ ഒടിഞ്ഞ് താഴെ വീണു തുടങ്ങി. അപ്പോൾ സുമിത്ര നോക്കുമ്പോൾ ആ മരത്തിനൊരു വലിയ പൊത്തുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് കയറിയിരിക്കാമെന്ന് കരുതി സുമിത്ര ആ മരപ്പൊത്തിനകത്ത് കയറിയിരുന്നു. ഈ മരം യഥാർത്ഥത്തിൽ 2 രാക്ഷസിമാരുടെ താമസ സ്ഥലമായിരുന്നു. സുമിത്ര ഈ പൊത്തിനകത്ത് കയറിയിരുന്ന് കഴിഞ്ഞപ്പോഴാണ് രാക്ഷസിമാർ വന്നത്.
അവർ രണ്ടുപേരെയും മരത്തിൻ്റെ ഓരോ കൊമ്പുകളിൽ വന്നിരുന്നു. ഇവർ വന്നിരിക്കുന്നത് കണ്ടതും സുമിത്ര പേടിച്ച് വിറയ്ക്കാൻ തുടങ്ങി. അവൾ മിണ്ടാതെ ഇരുന്നു. അപ്പോൾ രാക്ഷസിമാർ പറഞ്ഞു, എന്തൊരു മഴയാണ്, തണുക്കുന്നു വല്ലാതെ, ഇവിടെ നിന്നിട്ട് ഒരു രസവുമില്ല. ഒരു കാര്യം ചെയ്യാം, നമുക്ക് സുവർണദ്വീപിൽ പോയിരുന്ന് കളിക്കാം, അത് കഴിഞ്ഞിട്ട് മഴ തോരുമ്പോൾ തിരിച്ചു വരാം. അപ്പോൾ രണ്ടാമത്തെ രാക്ഷസി പറഞ്ഞു, നേരെ സുവർണദ്വീപിൽ പോയി കളിക്കാമായിരുന്നു, പക്ഷേ എനിക്ക് പറക്കാൻ പറ്റുന്നേ ഇല്ല, വല്ലാതെ തണുക്കുന്നു. അപ്പോൾ ആദ്യത്തെ രാക്ഷസി പറഞ്ഞു, വേണ്ട, നീ പറക്കണ്ട, ഞാൻ മന്ത്രം ചൊല്ലാം, നമുക്ക് ഈ മരത്തോട് കൂടി തന്നെ അവിടെ പോവാം. അങ്ങനെ ആദ്യത്തെ രാക്ഷസി മന്ത്രം ചൊല്ലുകയും ഈ മരം അപ്പാടെ രാക്ഷസിമാരെയും കൊണ്ട് പറന്നു പോകാൻ തുടങ്ങുകയും ചെയ്തു. പേടിച്ചു പോയ സുമിത്ര പൊത്തിനുള്ളിൽ മിണ്ടാതിരുന്നു. അങ്ങനെ കുറേ ദൂരം പറന്നതിന് ശേഷം ഈ മരം താഴെ ഇറങ്ങി. എന്നിട്ട് രാക്ഷസിമാർ അതിൽ നിന്നിറങ്ങി ഓടിക്കളിക്കാൻ തുടങ്ങി. കളിച്ച് അവർ കുറേ ദൂരെ പോയതോടെ സുമിത്ര മരപ്പൊത്തിൽ നിന്ന് പതുക്കെ താഴെ ഇറങ്ങി ചുറ്റും നോക്കി. നോക്കുമ്പോൾ വല്ലാതെ തിളക്കമുള്ളൊരു പ്രദേശത്താണ് ഈ മരം വന്ന് നിൽക്കുന്നത്. സുമിത്ര നിലത്തേക്ക് കുനിഞ്ഞു നോക്കി. ആ മണ്ണിന് എന്തോ പ്രത്യേകതയുള്ളതായിട്ട് അവൾക്ക് തോന്നി. അവളത് വാരി നോക്കുമ്പോൾ അത് സ്വർണ്ണ മണലാണ്. മാത്രമല്ല അതിൽ മുത്തും പവിഴവുമൊക്കെ കിടപ്പുണ്ട് താനും. സുമിത്ര തൻ്റെ സാരിത്തുമ്പിൽ പറ്റുന്നത്രയും മണ്ണ് വാരി നിറച്ചു. എന്നിട്ടത് കെട്ടിയൊരു പാണ്ടമാക്കി. എന്നിട്ട് വീണ്ടും മരപ്പൊത്തിനുള്ളിൽ കയറിയിരുന്നു. കുറേ നേരം കഴിഞ്ഞപ്പോൾ കളിച്ച് മടുത്ത രാക്ഷസിമാർ തിരിച്ചു വന്നു. മരത്തിൽ കയറിയിരുന്ന് മന്ത്രം ചൊല്ലി പഴയതുപോലെ കാട്ടിലേക്ക് പോയി. അവിടെ ചെന്നതിന് ശേഷം ഒരു രാക്ഷസി മറ്റേ രാക്ഷസിയോട് പറഞ്ഞു, കുറേ നേരമായിട്ട് കളിച്ചിട്ട് നമ്മൾ വല്ലാതെ ക്ഷീണിച്ചല്ലോ, വാ നമുക്ക് വേട്ടയാടാൻ പോകാം, വല്ല മൃഗങ്ങളെയും കിട്ടുമെന്ന് നോക്കാം. അങ്ങനെ ഈ രാക്ഷസിമാർ രണ്ടുപേരും ഈ മരത്തിൽ നിന്നിറങ്ങി വേട്ടയാടാൻ പോയി. അവർ പോയി കുറേ നേരം കഴിഞ്ഞപ്പോൾ സുമിത്ര ഈ മരപ്പൊത്തിൽ നിന്നും താഴെ ഇറങ്ങി. എന്നിട്ട് തനിക്ക് കിട്ടിയ വലിയ നിധിയുമായിട്ട് വീട്ടിലേക്ക് പോയി. സ്വന്തം വീട്ടിലേക്ക് പോയില്ല, അവൾ അമ്മായിയമ്മയുടെ അടുത്തേക്ക് തന്നെയാണ് പോയത്. എന്നിട്ട് തനിക്ക് കിട്ടിയ സാധനങ്ങൾ അമ്മായിയമ്മയെ കാണിച്ചു. ഇനിയെങ്കിലും അവർക്ക് സന്തോഷമാകും എന്നാണ് സുമിത്ര കരുതിയത്. പക്ഷേ അവരുടെ മുഖം തെളിഞ്ഞില്ല. അവർ പറഞ്ഞു, ഇത്ര വലിയൊരു ദ്വീപിൽ, അതും സ്വർണ്ണ മണലുള്ള ദ്വീപിൽ ചെന്നിട്ട് നീ ഇത്രയാണോ കൊണ്ടുവന്നത്? ഞാനായിരുന്നെങ്കിൽ എത്രമാത്രം കൊണ്ടുവരുമായിരുന്നു. സുമിത്രയ്ക്ക് വലിയ ദുഃഖം തോന്നി. സുമിത്ര പറഞ്ഞു, അമ്മ, എനിക്ക് ഇതിൽ കൂടുതൽ ഭാരം താങ്ങാൻ പറ്റുന്നില്ലായിരുന്നു. ഞാൻ എൻ്റെ സാരിയിൽ കിട്ടാവുന്നത്രയും വാരി നിറച്ചു. അപ്പോൾ അമ്മായിയമ്മ പറഞ്ഞു, നീ ഇപ്പം നോക്കിക്കോ, ഞാൻ എത്ര ചാക്ക് സ്വർണ്ണമോ കൊണ്ടുവരാൻ പോകുന്നത്, ഞാൻ പോകാൻ പോവാണ് ആ മരപ്പൊത്തിലേക്ക്. അപ്പോൾ സുമിത്ര പറഞ്ഞു, അയ്യോ അമ്മേ, പോവരുതേ, കാരണം ഈ രാക്ഷസിമാരെ കണ്ടാൽ തന്നെ പേടിയാവും, ഒരു ഭീകര രൂപികളാണ്, അമ്മയ്ക്ക് അപകടം പറ്റും. അപ്പോൾ സുമിത്രയുടെ അമ്മായിയമ്മ പറഞ്ഞു, എന്നോട് നീ ഒരു കാര്യവും പറയണ്ട, നീ ഒരു മണ്ടിയാണ്. നിൻ്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ എത്രമാത്രം സ്വർണം കൊണ്ടുവന്നേനെ. നീ ഇത്ര വലിയൊരു അവസരം കിട്ടിയിട്ട് കളഞ്ഞു കുളിച്ചവളാണ്. അതുകൊണ്ട് നീ എന്നോട് ഇനി ഒരു വാക്ക് പോലും പറയണ്ട. ഇതും പറഞ്ഞുകൊണ്ട് 2 ചാക്കും എടുത്ത് ഈ അമ്മായിയമ്മ കാട്ടിലേക്ക് പോയി. ആ മരം കണ്ടുപിടിച്ച് മരപ്പൊത്തിൽ കയറിയിരുന്നു. കുറേ നേരം കഴിഞ്ഞു രാക്ഷസിമാർ വന്നു. ഇപ്പോൾ മഴയൊന്നുമില്ലല്ലോ, അതുകൊണ്ട് തന്നെ അവർ മരത്തിലിരുന്ന് കുറേ നേരം സംസാരിച്ചു. അമ്മായിയമ്മയ്ക്കാണെങ്കിൽ ക്ഷമ കിട്ടുന്നില്ല, ഇവരെന്താ പറക്കാത്തതെന്നായി ചിന്ത. അപ്പോൾ കുറേ നേരം കഴിഞ്ഞപ്പോൾ ഒരു രാക്ഷസി പറഞ്ഞു, കുറേ നേരമായല്ലോ നമ്മൾ ഈ കാട്ടിലിരിക്കും, നമുക്കിനി കളിക്കാൻ പോവാം. അപ്പോൾ മറ്റേ രാക്ഷസി പറഞ്ഞു, ശരി നമുക്ക് കളിക്കാൻ പോകാം, നമുക്കിന്ന് കടദ്വീപിലേക്ക് പോകാം. ഇതെന്ത് ദ്വീപാണ് എന്ന് അമ്മായിയമ്മയ്ക്ക് മനസ്സിലായില്ല. എന്തായാലും അവർ മരപ്പൊത്തിലിരുന്നു, മരം പറക്കാൻ തുടങ്ങി. അങ്ങനെ മരം പറന്ന് കുറേ ദൂരം ചെന്നു, താഴേക്ക് ഇറങ്ങി. അമ്മായിയമ്മ നോക്കുമ്പോൾ തറയിൽ സുമിത്ര പറഞ്ഞതുപോലെ സ്വർണ്ണമല്ല, മറ്റെന്തോ ആണ്, കറുത്ത് തിളങ്ങുന്ന എന്തോ ഒന്ന്. അവരെ താഴെ ഇറങ്ങി നോക്കുമ്പോൾ കക്കയും ചിപ്പിയും മുത്തുമൊക്കെയാണ്. അവർക്ക് ദേഷ്യം വന്നു. അവർ കുറച്ച് ദൂരെ കളിക്കുകയായിരുന്നു. രാക്ഷസന്മാരെ വിളിച്ചിട്ട് പറഞ്ഞു, ഇതെന്ത് പണിയാണ് കാണിച്ചത്? ഇന്നലെ നിങ്ങൾ സുവർണദ്വീപിലല്ലേ പോയത്, ഇന്നെന്താ ഇങ്ങോട്ട് വന്നത്? തങ്ങൾ വന്ന മരപ്പത്തിനുള്ളിൽ ഒരാൾ ഒളിച്ചിരിപ്പുണ്ടായിരുന്നെന്ന് അപ്പോഴാണ് രാക്ഷസിമാർക്ക് മനസ്സിലായത്. അവർ വേഗം വന്ന് മരത്തിൽ കയറി. എന്നിട്ട് മരവുമായിട്ട് പറന്ന് തിരിച്ചു പോയി. അമ്മായിയമ്മയ്ക്ക് ഓടി മരപ്പൊത്തിൽ കയറാൻ പറ്റിയില്ല. പിന്നീട് രാക്ഷസിമാരെ ആ കടദ്വീപിലേക്ക് വന്നതുമില്ല. അതുകൊണ്ട് അമ്മായിയമ്മയെപ്പറ്റി പിന്നെ ആരും കേട്ടതുമില്ല. ഇതാണ് സുമിത്രയുടെ അമ്മായിയമ്മയുടെ കഥ. ഇഷ്ടമായോ? ഇനി അടുത്ത കഥ അടുത്ത ദിവസം.